10 കിലോ വരുന്ന ബാഗായിട്ട് സൈക്കിൾ ചെയ്ത് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ. യെസ്, ഞാനിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിലെ ബുക്സ് എന്ന് പറഞ്ഞ നഗരത്തിലാണുള്ളത്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ലിക്സ്റ്റൻസ്റ്റൈൻ പോയത്? ലിക്സ്റ്റൻസ്റ്റൈൻ പോകാനായിട്ട് റെൻറ്റിനെടുത്ത സൈക്കിളാണിത്. അപ്പോൾ ഈ സൈക്കിൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് എങ്ങോട്ടാണ് പോകണ്ടേ? സ്യൂറിക്ക് പോകണം. അവിടെ നിന്ന് സ്യൂറിക്ക് എനിക്ക് താല്പര്യമില്ല താമസിക്കാൻ. നമുക്ക് ജസ്റ്റ് സ്യൂറിക്ക് ഒന്ന് പോയിട്ട് ഒന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അവിടെ നിന്ന് പിന്നെ ജനീവ പോകണം. നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഒരു പ്ലാനില്ലാണ്ട് ഇറങ്ങുക. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കിട്ടുന്ന ട്രെയിൻ എങ്ങോട്ടാണോ, ആദ്യം കിട്ടുന്ന ട്രെയിൻ എങ്ങോട്ടാണോ അവിടെ കയറിപ്പാം. ടെക് ട്രാവലേറ്റ് KLT UK ചോദിച്ചു പോകാം. യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ബാഗ് ചെക്കൗട്ട് ചെയ്തിട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഒന്നുമില്ല. അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ കൊണ്ട് ബൈക്ക് റിട്ടേൺ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. സോ അങ്ങനെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ ബൈക്ക്സ് റിട്ടേൺ ചെയ്യുന്ന സ്ഥലം. ഇവിടെ വെക്കണം. ഇവിടെ വെച്ചിട്ട് കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവന് എത്ര രൂപയായി എന്നുള്ളത് കാണിക്കും, എത്ര സമയം ഞാൻ ഓടിച്ചു എന്നുള്ളതൊക്കെ കാണിക്കും. 1 മണിക്കൂർ 59 മിനിറ്റ് 32 സെക്കൻഡ് 8 രൂപ. 8 ഇവിടുത്തെ പൈസ എന്ന് പറയുമ്പം 800 രൂപ. അതായത് 2 മണിക്കൂർ 800 രൂപ. 2, 4, 6, 8 അരമണിക്കൂർ. ഞാൻ 32 സെക്കൻഡിലാണ് ഇത് അവസാനിപ്പിച്ചത് നോക്കി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 200 രൂപ കൂടെ ലാഭിച്ചു. കറക്റ്റ് റൈഡ് എൻ്റെ നോക്കി എൻ്റെ പൊന്നെ. അപ്പോൾ 800 രൂപയ്ക്ക് ഞാൻ ഇന്നലത്തെ വീഡിയോ ഇതിലെ സ്ഥലങ്ങളെല്ലാം കണ്ടു തീർത്തു. ബെസ്റ്റ് അല്ലേ? എങ്ങോട്ടുള്ള ട്രെയിനാണ് വന്നേ? ഏതോ ഒരു ട്രെയിൻ വന്നു. ഇതിൽ കയറി നമുക്ക് എവിടെയാണ് പോകാൻ വരുന്ന ട്രെയിനാണ്? എവിടെ നിന്നൊന്നും എനിക്കറിയത്തില്ല. സർഗൻസ് പോകും. സർഗൻസ് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ജൂറിക്ക് പോകാം. ജൂറിക്ക് കറക്റ്റ് ടൈമാട്ടോ. അതൊരു ടൈമിംഗ് ആണെന്നറിയോ? ഒരു താഴെ മേളിലൊക്കെ ആയിട്ടാണ്. അത് കൊള്ളാമല്ലോ പരിപാടി. മുകളിലൊക്കെ ഇരിക്കുക അല്ലേ? ഡബിൾ ഡെക്കർ ട്രെയിൻ. ആദ്യമായിട്ടാണ് യൂറോപ്പിൽ വന്നിട്ട് ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറുന്നത്. വാവ്, ഇത് വിളിച്ചല്ലോ. എന്ത് കിട്ടുന്ന സെറ്റപ്പാന്ന് നോക്കി. ഇത് ലഗേജൊക്കെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നൈസ്. എന്ത് കിട്ടില്ല ട്രെയിനാണെന്നറിയോ? പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ, റെയിൽവേ ട്രാക്കിൽ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോയി മണിക്കൂറുകൾ ട്രെയിൻ സ്തംഭിക്കും. ഇത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ നടക്കും. ഇപ്പം വേറെ 2-3 മണിക്കൂറാണ് പെട്ടതേ. ഈ യൂറൽ പാസിൻ്റെ ആപ്പിനകത്തേ പ്ലാറ്റ്ഫോം 2 വിട്ടു, പ്ലാറ്റ്ഫോം 6 പ്ലാറ്റ്ഫോം 2 കയറി, പ്ലാറ്റ്ഫോം 13 കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ. എനിക്കിപ്പം പ്ലാറ്റ്ഫോം 6 ഞാൻ സർഗൻസിൽ ഇറങ്ങുന്നത്. അവിടെ നിന്ന് 3 മിനിറ്റ് ടൈമേ ഉള്ളൂ അടുത്ത ട്രെയിൻ പിടിക്കാൻ. 3 മിനിറ്റ് 12:24 12:27 അടുത്ത ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ സ്യൂറിക്ക് പോകും. അവിടെ നിന്ന് 55 മിനിറ്റേ ഉള്ളൂ സ്യൂറിക്കിലേക്ക്. അത് 1 മണിക്കൂറേ ഉള്ളൂ ഇവിടെ നിന്ന് സ്യൂറിക്കിലേക്ക്. അത്രയും അടുത്താണ്. ഈ ട്രിപ്പിൽ ഇതുവരെ ഞാൻ 11 രാജ്യങ്ങൾ 6000 കിലോമീറ്റർ 37 ട്രെയിനുകളിൽ യാത്ര ചെയ്തു. അയ്യോ, അതായത് ഞാൻ ട്രെയിനകത്തിരുന്ന സമയം എന്ന് പറയുന്നത് 3 ദിവസം 21 മണിക്കൂർ 2 മിനിറ്റ് ഇതുവരെ. പിന്നെ സ്വിറ്റ്സർലൻഡിലൂടെയുള്ള ട്രെയിൻ യാത്രകൾ പോലും അതിമനോഹരമാണ്. ആ കാണുന്ന ഭാഗം ഏതാണെന്നറിയോ? നമ്മുടെ ലിക്സ്റ്റൻസ്റ്റൈൻ ആണ് ആ കാണുന്നത്, ആ മലയുടെ ഇപ്പുറത്ത്. അങ്ങനെ ഞാൻ സർഗൻസിലെത്തിയിട്ട് നേരെ ഇപ്പുറത്തോട്ട് ചാടി ഇറങ്ങി പ്ലാറ്റ്ഫോം നമ്പർ 2 കയറി കഴിഞ്ഞാൽ നമ്മൾ 2 എവിടെയാണ്? 2 താഴെ അപ്പുറത്ത് പോകണമല്ലേ? അയ്യോ, അതേ വന്നു സ്യൂറിക്കിലേക്കുള്ള ട്രെയിൻ. എന്നാ ടൈമിംഗ് ആണെന്ന് നോക്കിയേ. അമ്പോ, അത്യാവശ്യം തിരക്കുള്ള ട്രെയിനാട്ടോ. കാരണം പെട്ടെന്ന് എത്തുമല്ലോ സ്യൂറിക്കിലേക്ക്. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ സ്യൂറിക്കേ ഉള്ളൂ സ്റ്റോപ്പ്. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്, നിറച്ച് ഫുള്ളാണ്. പട്ടിയൊക്കെ ആയിട്ട് നോക്കിയ ആൾക്കാർ. അങ്ങനെ ഞാൻ അടുത്ത ട്രെയിനിൽ വന്ന് കയറി. കറക്റ്റ് ടൈമിങ്. എന്ത് ടൈമിംഗ് അല്ലേ! ഞാൻ മറ്റേന്ന് ഇറങ്ങി ഓടിച്ചാടി വന്ന് പുറത്ത് വന്ന് കയറി നമ്മളിടത്തി. അപ്പോൾ 50 മിനിറ്റ്സിൽ നമ്മൾ സ്യൂറിക്കെത്തും. മോനെ, ഒരു കിഡില്ലനിലേക്ക് പൊളിച്ച്
ദൂരെ മഞ്ഞുമലകൾക്ക് സമീപത്തായിട്ടൊരു മനോഹരമായിട്ടുള്ള ഒരു ലേക്ക് കണ്ടോ. അതിൻ്റെ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നത് പൊളിച്ച്. എന്ത് രസമല്ലേ സ്വിറ്റ്സർലാൻഡ് കാണാനായിട്ട്. ഇത് സമ്മറിൽ പൊളിയായിരിക്കും. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ വാലൻസി ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്കാണിത്. അത്യാവശ്യം നല്ല വലിയ ലേക്കാണ്. നിങ്ങൾക്ക് മാപ്പിൽ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് ഈ ഒരു മലയുടെ താഴ്വാരത്തായിട്ട് മലയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇങ്ങനെ ലേക്ക് നിൽക്കുകയാണ്. ആ ലേക്കിനോട് ചേർന്നാണ് നമ്മുടെ റെയിൽവേ ലൈനും അതേപോലെ തന്നെ റോഡും ഒക്കെ പോകുന്നത്. അതിനിടയ്ക്ക് വീടുകളും ബാക്കിയുള്ള ഗ്രാമങ്ങളും ഒക്കെ ഉണ്ട്. ശരിക്കും ഇതൊക്കെ ഈ ആൽപ്സിലെ മഞ്ഞ് ഉരുകി വരുന്ന വെള്ളം കാരണമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലേക്കുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നദികളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. സ്വിറ്റ്സർലാൻഡിൻ്റെ മെയിൻ സ്രോതസ് എന്ന് പറയുന്നത് ആൽപ്സ് മലനിരകളുടെ മഞ്ഞുരുകിയുള്ള വെള്ളമാണ്. എന്നിച്ചിരി ക്ലൗഡി ആയിപ്പോയണ്ട. നല്ല സണ്ണി ഡേ ആയിരുന്നെങ്കിൽ നല്ല കിഡിലും വിഷ്വൽ എനിക്ക് കിട്ടിയാൽ ഈ ലേക്കിൻ്റെ. ട്രെയിനിൽ എല്ലാവരും ഭയങ്കര ബഹളം കേട്ടോ. സാധാരണ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോലെ അല്ല, നല്ല ബഹളമാണ് എല്ലാവരും കൂടെ. ആ വീട് കണ്ടായിരുന്നു, എന്ത് രസമായിരുന്നല്ല ആ വീട്. എത്ര അടുത്തൂടെ അല്ല ഈ ട്രെയിൻ പോകുന്നത്. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ടണലുകളും വരും, ഇതിനിടയ്ക്ക് ചെറിയ കുഞ്ഞു റോഡും ഉണ്ട്. വാവ്. അങ്ങനെ ആ ലേക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ സുറിക്ക് എത്താറാകുമ്പോഴത്തേക്കിനും വേറൊരു ലേക്ക് വരും. അത് ഇവിടുത്തെ വലിയൊരു ലേക്കാണ്. സുറിക് സീ എന്നും പറഞ്ഞുകൊണ്ട് 40 കിലോമീറ്ററോളം നീളമുള്ള ഒരു ലേക്കാണത്. ആയിരത്തി 1963 ഈ ലേക്ക് അവസാനമായിട്ട് ഫ്രോസൺ ആയത്. ഇതൊരു ഫ്രോസൺ ലേക്കല്ല, ഫ്രോസൺ ആവുന്ന ലേക്കല്ല. ഇവിടെ അത്രയും എക്സ്ട്രീം വിൻ്റർ വരുന്ന സ്ഥലമല്ല. എക്സ്ട്രീം വിൻ്റർ തണുപ്പ് വരുമ്പോഴാണ് ലേക്കൊക്കെ ഫ്രോസൺ ആവുന്നത്. അപ്പം 1963 ശേഷം ഇതുവരെ ആ ലേക്ക് ഫ്രോസൺ ആയിട്ടില്ല. വിൻ്ററിലും ലേക്കിൽ ആൾക്കാർ ബോട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ലേക്കിൻ്റെ സൈഡിൽ കൂടെ, ലേക്കിൻ്റെ മുകളിൽ കൂടെ വുഡൻ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആളുകൾക്ക് നടക്കാനായിട്ട്. വാക്കിംഗ് പാത്തുകളുണ്ട് ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടക്കാനായിട്ട്. നമ്മൾ റിവറിൻ്റെ സൈഡിലും ലേക്കിൻ്റെ സൈഡിലും എല്ലായിടത്തും ആളുകൾക്ക് നടക്കാനും സൈക്ലിംഗ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, 2 ട്രെയിൻ കൂട്ടിച്ചേർത്താണ് ഇവർ ഓടിക്കുന്നത് കണ്ടോ. മറ്റേ ട്രെയിനിന്റെ ആ ഒരു ലോക്കോ, അതിന്റെ ബാക്കിലാകെ 3 കോച്ചേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ സ്യൂറിക്ക് എത്തിയിരിക്കുകയാണ്. സ്യൂറിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കൊണ്ടു നിർത്തുകയാണ്. നമ്മൾ ഏകദേശം 93 കിലോമീറ്ററാണ് 55 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച് ഈ ട്രെയിനിൽ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. 93 കിലോമീറ്റർ. ശരിക്കും ഫാസ്റ്റ് ട്രെയിൻ ഉള്ളതിൻ്റെ ഗുണമേ, നമുക്കൊരു ദിവസം എത്ര സ്ഥലങ്ങൾ എവിടെയൊക്കെ പോകാം, എത്ര ഫാസ്റ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്താമല്ലേ, എന്തൊക്കെ കാണാമല്ലേ, എന്തൊക്കെ ചെയ്യാമല്ലേ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലോ. അയ്യോ, ആൾക്കാർ സ്കീയിങ് ഒക്കെ കഴിഞ്ഞിട്ട് സാധന സാമഗ്രികളൊക്കെ ആയിട്ട് തിരിച്ച് വരികയാണ്. എൻ്റെ അമ്മ, എന്ത് കിടിലൻ ക്ലീൻ റെയിൽവേ സ്റ്റേഷനാണെന്ന് നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ. മൊത്തത്തിൽ എന്ത് നീറ്റാണ്. നമ്മൾ യൂറോപ്പിൽ ഇത്രയും നീറ്റായിട്ടുള്ള, ഇത്രയും സെറ്റപ്പിലുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഇതുവരെ എവിടെയും കണ്ടില്ല. നമ്മളിപ്പോൾ 11 രാജ്യമായി യൂറോപ്പിൽ കയറിയിട്ട്, 12 രാജ്യമായി യൂറോപ്പിൽ കയറിയിട്ട്. ഇതുവരെ ഇത്ര സെറ്റപ്പിലുള്ള സ്റ്റേഷൻ ഞാൻ വേറെ എവിടെയും കണ്ടില്ല. അതായത് ഷോപ്പിംഗ് മോള് പോലല്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തോന്നത്തില്ലേ ഷോപ്പിംഗ് മോള് പോലെ. ഭയങ്കര തണുപ്പാണല്ലോ. എൻ്റെ ദൈവമേ, ഗ്ലൗസൊക്കെ എടുത്തിടേണ്ടി വരും, അതുപോലെ തണുപ്പാട്ടോ. വെസ്റ്റ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു. മേളിൽ താഴെ എന്താണ് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്? ഇന്ത്യൻ ഫുഡാണ് ഇത്. ഹോഫൻ നൂഡിൽസ്, ചിക്കൻ കറ്റ്സു, ലക്സ സൂപ്പ്, സിംഗപ്പൂർ റൈസ് നൂഡിൽസ്. അത് ശരി, അങ്ങനെ സംഭവമാണല്ലേ. എൻ്റെ പൊന്നു, ഇത് 18-20, അതിൽ കുറഞ്ഞ പരിപാടിയില്ല കേട്ടോ. എല്ലാം ഇങ്ങനത്തെ കടയിൽ പോലും റേറ്റാണ്. ട്രെയിനൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ? റെയിൽവേ സ്റ്റേഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയേ. റോഡിൽ ഇത് ഇത്ര അടുത്താണ്. എവിടെയാണ് ഇങ്ങനെ ട്രെയിനുകളൊക്കെ കിടക്കുന്നത് കണ്ടോ? എൻ്റെ ദൈവമേ. SBB CFF FFF എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ട്രെയിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡാണ്. ഇങ്ങനൊരു സ്റ്റേഷൻ, ഇത്രയും, അതായത് റോഡിന് ഇത്രയും അടുത്തൊരു സ്റ്റേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ അടിയിലൂടെ ഒരു ചെറിയൊരു നദി ഒഴുകുന്നുണ്ട് കണ്ടോ. ആ പാലം കണ്ടോ? ഇതിനടിയിലൂടെ ഒരു ചെറിയൊരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ മേളിൽ കൂടെയൊക്കെയാണ് സ്റ്റേഷൻ പണിത് വെച്ചിരിക്കുന്നത്. ഞാൻ ആക്ച്വലി റെയിൽവേ സ്റ്റേഷനിൽ കൂടെ അല്ല നടക്കുന്നത്, ഞാൻ പുറത്ത് റോഡിൽ കൂടെയാണ് നടക്കുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനും ഉണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. ഇതുപോലെയുള്ള ദിസ് ഈസ് എ ലാൻഡ് ഓഫ് മ്യൂസിയം. ഈ സിറ്റിയിൽ എത്രത്തോളം മ്യൂസിയം ഉണ്ടെന്ന്
ഈ സിറ്റിക്കാർക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ മ്യൂസിയംസ് ഇവിടെ ഉണ്ട്, ധാരാളം മ്യൂസിയം ഉള്ള നാടാണ് സ്യൂറിക്ക് എന്ന് പറയുന്നത്. എന്തായാലും നല്ല ആ ബിൽഡിംഗ് തന്നെ നല്ല ഭംഗിയാണ്. ഇതൊക്കെ മറ്റേ സ്റ്റാറ്റ്ലറിൻ്റെ ട്രെയിനുകളാണ്. ഇതിവിടുത്തെ ടെർമിനൽ ഏരിയ ആണ്. ടെർമിനൽ അല്ല ടെർമിനസ്. അടിപൊളിയാണല്ലോ. ഞാൻ ലഗേജ് സ്റ്റോറേജ് തപ്പി നടക്കും കേട്ടോ, ബാഗ് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. ഈ ഏരിയ ഒക്കെ കൊള്ളാമല്ലേ, എന്ത് ഭംഗിയല്ലേ. റെയിൽവേ സ്റ്റേഷനൊക്കെ എന്ത് കിട്ടില്ലല്ലേ. ഇവിടെ ഏകദേശം 44 പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് തോന്നുന്നു. ഈ 44 പ്ലാറ്റ്ഫോമുകളിലൂടെ പോകുന്ന ട്രെയിനിൻ്റെ ലിസ്റ്റാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അരമണിക്കൂറിലാണേ. ആ കടയും കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഒരു ചെറിയൊരു പെട്ടിക്കടയാണ്, കണ്ടില്ലേ. പെട്ടിക്കട കാണാൻ എന്ത് ഭംഗിയാണ്. അത് വലിയ ഭംഗിക്കാണ് വെച്ചിരിക്കുന്നത്. നല്ല കിടിലൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു ബാഗേജ് സ്റ്റോറേജ് സെറ്റപ്പ് ഉണ്ട്, പോയി നോക്കട്ടെ. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിലോട്ട് ഷോപ്പിംഗ് മോൾ കണ്ടോ? അതുകൊണ്ട് ഇവിടെ അടിയിലോട്ട് ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് മോൾ പണിത് വെച്ചിരിക്കുകയാണ് മൊത്തത്തിൽ. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്, കാർണിവൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് ഇതുപോലുള്ള കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണാം. പിന്നെ കുറേ ആളുകളും കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ കാണാം. ഇതിനകത്തൊക്കെ റെസ്റ്റോറൻറ്റുകളും പിന്നെ ബാറുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് ബാഗ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിഷ്ടമുള്ള സൈസിൽ സാധനം എടുത്തിട്ട് നമുക്ക് ബാഗ് സ്റ്റോർ ചെയ്യാം. എത്ര രൂപയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് മീഡിയം സൈസ്, ഇത് ലാർജ് സൈസ്, സ്മോൾ സൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സൈസിലുള്ളതുണ്ട്. സംഭവങ്ങളാണ് അടിപൊളി. ഒരു പ്രശ്നമുണ്ട് ഇവിടെ, ഇത് ഇത്രയും ഉണ്ടായിട്ടും ലാർജ് ഒന്നും അവൈലബിൾ അല്ല. മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ. മീഡിയത്തിൽ ഇരിക്കുമെന്ന് നോക്കട്ടെ. ഞാൻ എൻ്റെ ബാഗ് ഇതിനകത്ത് വെച്ച് എന്നിട്ട് നമുക്ക് ഇനി QR കോഡ് തരും. ഈ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. 7 ഇവിടുത്തെ പൈസയാണ്, അതായത് 7 ഫ്രാങ്കാണ് റേറ്റ് 6 മണിക്കൂർ വരെ എന്ന് പറയുമ്പോൾ 700 രൂപയായി. അപ്പോൾ നമുക്ക് ആ QR കോഡ് തന്നു കഴിഞ്ഞാൽ ഈ QR കോഡ് കൊണ്ടുവന്നിട്ട് നമുക്കിനി ഇവിടെ സ്കാൻ ചെയ്താൽ മതി. ഇത് തുറന്ന് ബാഗ് എടുത്തുകൊണ്ട് പോകാനായിട്ട്. ബാഗ് സ്റ്റോറേജ് അല്ലേ, എന്തോരം ബാഗ് സ്റ്റോറേജുകളാണെന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇതേപോലെയുള്ള ഒറ്റ മനുഷ്യൻ ഇവിടെ അസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റാഫോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാം ഇതേപോലെ ATM കൗണ്ടർ പോലെ മെഷീൻസ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇത് വന്ന് നമ്മുടെ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രമേ ഇതിനി ഓപ്പൺ ആവുള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ സ്യൂറിക്കിൽ നിൽക്കാനായിട്ട് എനിക്ക് പ്ലാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കൊണ്ടുവന്ന് എൻ്റെ ബാഗ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തത്. കാരണം സ്യൂറിക്കിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഹോട്ടൽ എടുത്തിട്ട് ഹോട്ടലിൽ വെച്ചാൽ പോരെ. ഒന്ന് മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ 1.5 സ്വിസ് ഫ്രാങ്ക് കൊടുക്കണം. അതായത് 150 രൂപയായി 1.5 സ്വിസ് ഫ്രാങ്ക്. ഇത് ടോയ്ലറ്റിൽ കയറുന്ന വഴിയാണ്, ചാടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. ഇത് നമ്മൾ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്യുക, അന്നേരത്തേക്കിനും കാർഡ് റീഡായിട്ട് പൈസ പോവും. എന്നിട്ട് നമുക്ക് ഓപ്പൺ ആവും, അകത്ത് കയറും. കണ്ടാ, ഇതാണ് സെറ്റപ്പ്. എന്ത് അടിപൊളിയാണ്. ഇത് 1.5 യൂറോ 150 രൂപ ഒന്ന് മൂത്രം ഒഴിക്കാനായിട്ട്. പക്ഷേ അതിനുള്ളതുണ്ട്. ഭയങ്കര വൃത്തിയാണ്, ഭയങ്കര സെറ്റപ്പാണ്. അടിപൊളിയാണ്. എന്ത് വൃത്തിയാണെന്ന് നോക്കി. ഒരു പബ്ലിക് ടോയ്ലറ്റാണെന്ന് നോക്കി. പബ്ലിക് ടോയ്ലറ്റൊക്കെ ഇത്ര വൃത്തിയായിട്ടൊക്കെ കീപ്പ് ചെയ്യുമാരെങ്കിലും. അതാണ് സംഭവം. എന്നാലും 150 രൂപ കൊടുത്തിട്ടേ മൂത്രം ഒഴിക്കേണ്ട ഗതികേട് വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എക്സിറ്റ് വരുമ്പോഴത്തേക്കിനും ചുമ്മാ തുറന്നു തരും. നമ്മുടെ ഒരു ഫോളോവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു, സച്ചിൻ എന്ന പേര്. അപ്പോൾ പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്, മീറ്റ് ചെയ്യാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് സച്ചിൻ ഇവിടെ TCSയിൽ നിന്ന് ഡെപ്യൂട്ടേഷന് വന്നതാണെന്ന്. ഇപ്പോൾ ഡെപ്യൂട്ടേഷന് സ്വിറ്റ്സർലാൻഡിൽ വന്ന മഹത് വ്യക്തിയാണ് സച്ചിൻ. അല്ലേ സച്ചിനെ? ഞങ്ങൾ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നമുക്കത് കാണാം. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇവിടെയും ട്രാമുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വെതർ കൊള്ളൂല, അതായത് ഒരു ക്ലൗഡിയാണ് മൊത്തത്തിൽ, ഒരു സണ്ണി ഡേ അല്ല. അത് കാരണം ഒരു ഭംഗിയില്ല ഒന്നും കാണാനായിട്ട്. ബ്രോ, എനിക്ക് 2-3 സ്വിസ് ബാങ്ക് കാണണം. ഞാൻ ഇതുവരെ സ്വിസ് ബാങ്ക് കണ്ടില്ല. അവിടെ അവിടെ പോയി അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ? ഇല്ലല്ലേ. ഒരു അക്കൗണ്ട് തുടങ്ങുമായിരുന്നെങ്കിലേ കുറേ കാശുണ്ട്, ഇങ്ങോട്ട് മാറ്റിയിട്ടായിരുന്നു അല്ലേ. എന്തല്ലേ സ്വിസ് ബാങ്ക് ഇവിടെ വന്നിട്ട് ഇതുവരെ ഞാനൊരു സ്വിസ് ബാങ്ക് കണ്ടില്ല. അതുപോലെ ഇവിടെ കുറേ ഉണ്ട് അങ്ങനെ സംഭവങ്ങൾ. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി നടപടിയാവുള്ളൂ. വിശന്ന് പൊരിഞ്ഞിരിക്കുക. ഞങ്ങളിപ്പോൾ ഒരു മക്ഡൊണാൾഡ്സിൽ കയറി നമ്മൾ ലഞ്ച് കഴിച്ചു. മക്ഡൊണാൾഡ്സിൽ കയറി 2 പേര് ഫുഡ് കഴിച്ചത് ഏകദേശം 30 യൂറോ. ഇത് ഏകദേശം 30 യൂറോ എന്നല്ല, 30 ഫ്രാങ്ക്, സ്വിസ് ഫ്രാങ്ക്, ഏകദേശം 3000 രൂപ. അതായത് ഇവരുടെ ഇവിടെ എല്ലാത്തിനും എക്സ്പെൻസീവ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര സാലറിയാണ് എല്ലാവർക്കും. അതായത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു മണിക്കൂറിന് സാലറി കിട്ടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ജോലി ചെയ്യാനൊക്കെ പല ആളുകൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും വന്ന് ജോലി ചെയ്യാൻ പറ്റുമൊന്നുമില്ല. യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഷെങ്കൻ ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ വരാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൻ്റെ വേറെ വിസ എടുത്തിട്ട് വരേണ്ടി വന്നേനെ. അത്രയും
സാലറി കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി എല്ലാ സംഭവങ്ങളും എക്സ്പെൻസീവ് ആവും. അങ്ങനെ എല്ലാം എക്സ്പെൻസീവ് ആകുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും ലൈക്ക് ഇവിടെ സാലറി കൂടുമ്പോൾ എക്സ്പെൻസീവ് ആകുമ്പോൾ ആളുകൾക്ക് അതനുസരിച്ച് സാലറി വേണം. അപ്പോൾ ഇത് രണ്ടും ഒരു സന്തുലിതാവസ്ഥയിൽ ഇങ്ങനെ കയറി പോകുന്നതാണ്. ഈ അച്ഛനവനകത്ത് ചിലപ്പോൾ കൂടിപ്പോയ 2-3 സ്റ്റാഫേ ഉണ്ടാവുള്ളൂ, ഇത്രയും വലിയ അച്ഛനമാണെന്നുണ്ടെങ്കിൽ പോലും. അതായത് പരിമിതമായ ജീവനക്കാരെ ഉപയോഗിച്ചാണ് ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ബാഗ് വെക്കുന്ന സ്ഥലം കണ്ടു, ഒരൊറ്റ മനുഷ്യനില്ല. വാഷ്റൂം, ടോയ്ലറ്റ് കണ്ടു, WC പബ്ലിക് ടോയ്ലറ്റ്, ഒരൊറ്റ മനുഷ്യനില്ല കൺട്രോൾ ചെയ്യാൻ പോലും. ക്ലീൻ ചെയ്യാൻ ഒരാൾ ചിലപ്പോൾ ഉണ്ടാവും അവിടെ വല്ലപ്പോഴും വന്നിട്ട് പോകുന്നത്. അതല്ലാതെ പല സ്ഥലത്തും ആൾ കുറവായിരിക്കും. അതായത് കൂടുതൽ ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എക്സ്പെൻസീവ് ആവും, അതനുസരിച്ച് സാലറിയും കാര്യങ്ങളൊക്കെ വേണം. അതാണ് ഈ ബേസിക്കലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത്. പിന്നെ സ്വിറ്റ്സർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ സ്വിസ്സുകാരുടെ വാച്ച് അതാണല്ലോ മെയിൻ സംഭവം. അപ്പോൾ ഇവിടെ മേളൊരു സാധനം കണ്ടോ, അതിങ്ങനെ ഓരോ മണിക്കൂറിൽ ഇങ്ങനെ മണി അടിക്കുന്ന രീതിയിൽ എന്തോ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാച്ച് കടയുണ്ട്. ഈ വാച്ച് കടയുടെ മുമ്പിൽ ഇവിടെ വാച്ചസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വാച്ചിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാമേ. 8,900, 9,200 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഇൻറ്റു 100 നിങ്ങളൊന്ന് കൂട്ടി നോക്കിയോ എത്രയായിരിക്കും എന്നുള്ളത്. 9,20,000, 8,90,000 ഒമേഗയുടെ വാച്ചാണ് കേട്ടോ. അത് കണ്ടത് ഇത് എബിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു 3.5 ലക്ഷം 4 ലക്ഷം രൂപ റേഞ്ചിലുള്ള വാച്ചുകളാണ്. ഇതൊക്കെ ഒമേഗയുടെ വാച്ചുകളാണ്. അതായത് 11,800 എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 11 ലക്ഷം രൂപ. ഇത് അവിടെ മേളിലിരിക്കുന്ന വാച്ചിൻ്റെ വില കണ്ടില്ലേ, 13 ലക്ഷം രൂപ. ഇവിടെ ഇരിപ്പുണ്ട് 13 ലക്ഷം രൂപ, പിന്നെ 9 ലക്ഷം രൂപ. മിനിമം ഒരു 9 ലക്ഷത്തിലൊക്കെയാണ് സ്റ്റാർട്ടിങ് മൊത്തത്തിൽ. അങ്ങനെ പല ബ്രാൻഡുകളുടെ വാച്ചുകൾ ഇവരിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടിയത് എനിക്ക് ഇപ്പോൾ കണ്ടതിൽ ഇതാണ് 14.5 ലക്ഷം രൂപ. അതെനിക്ക് ലക്ഷത്തിനൊന്നും ഒരു വിലയില്ലല്ലോ, എന്തുവാ ഇതൊക്കെ ഇങ്ങനെ. ആ UBS എന്ന് പറഞ്ഞ് കാണുന്നത് ഇവിടുത്തെ ഒരു ബാങ്കാണ് കേട്ടോ, ഒരു ചെറിയ ബാങ്ക്, സ്വിസ് ബാങ്ക്. എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ, സ്വിസ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ TV യിലൊക്കെ കേട്ടിട്ടുള്ളതല്ലേ ഉള്ളൂ. സ്വിസ് ബാങ്കിൽ കള്ളപ്പണം പിടിച്ചു, കള്ളപ്പണം ഇട്ട് മറ്റാണ് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ശരിക്കും എന്താ പറയുക, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഭയങ്കര കസിനോകളൊക്കെ പോലെ വലിയ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ സച്ചിൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ പല ബാങ്കിലും 1-2 സ്റ്റാഫൊക്കെ ഉള്ളൂ. നീ കാണാത്തതുകൊണ്ടായിരിക്കും. നിൻ്റെ സ്വിസ് ബാങ്കിൽ ഇടാനുള്ള പൈസ ഉണ്ടോ ഉണ്ടെങ്കിൽ നിനക്ക് അങ്ങനത്തെ ബാങ്കുകൾ കിട്ടും, അതായിരിക്കും. ഇനി അങ്ങനെ വല്ലതും ആയിരിക്കും. എന്തായാലും ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ പറഞ്ഞ പോലെ ഒരു ഡേർട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളോ ഒന്നും നമുക്ക് എവിടെയും കാണാൻ പറ്റൂല. എല്ലാം നല്ല വൃത്തിയിൽ ഇങ്ങനെ നല്ല കിടുകാഴ്ചയായിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. റോഡിന് നടുവിലൂടെ ട്രാമുകൾ വരുന്നുണ്ട്. ഇവിടെ കണ്ട് ഇങ്ങനത്തെ സാധനമുണ്ട്. ഈ ബൈക്ക് ഇത് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കറങ്ങാനൊക്കെ പോകാം. ഇവിടെ ഇങ്ങനെ കുറേ കടകളുടെ മുമ്പിൽ വാച്ചുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഗെറാൾ ചാൾസ്, ബെൽ ആൻഡ് റോസ്, പിന്നെ ലെസ് അംബാസിഡേഴ്സ്. ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ തന്നെ ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും. നമ്മുടെ മറ്റേ വാച്ചിൻ്റെ വീഡിയോ ചെയ്യുന്ന എഫിനെ വിളിച്ചുകൊണ്ട് വരണം ഇവിടെ, എന്നാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബോവെറ്റ് എന്നാണോ ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നത് തന്നെ ആർക്കറിയാം. എന്തായാലും പലതും പല കമ്പനികളുടെ സാധനങ്ങളൊക്കെയാണ്. ആ കാണുന്നത് IWC എന്ന് പറഞ്ഞ ഒരു വാച്ചിൻ്റെ ഷോപ്പാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ വില പതിക്കുന്ന വാച്ചുകളൊക്കെ ഉണ്ടാവും. ഞാൻ ആക്ച്വലി ആലോചിക്കുകയായിരുന്നു, ഇതൊക്കെ വല്ല സ്വർണം കൊണ്ടുണ്ടാക്കുന്നതാണോ? ആ വാച്ചിൻ്റെ ആ വെയിറ്റ് നോക്കിയാൽ പോലും സ്വർണത്തിനെക്കാട്ടി വിലയാണുള്ളത്. അത് എനിക്കറിയത്തില്ല എന്തുമാണ് ഇതിന് മാത്രം വില ഈ വാച്ചുകൾക്ക് വരാൻ. ആണല്ലേ, അതും ഉണ്ടാവും. ഇവരുടെ ട്രാം കാണാനൊരു ഭംഗിയില്ല, ആ കളർ ഒരു സുഖമില്ല. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിക്കിലെ റോളക്സിൻ്റെ ഷോറൂമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പോൾ റോളക്സിൻ്റെ ഇവിടുത്തെ പ്രൈസിങ് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് എച്ച് മൊസറൈസി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്, അതായത് സ്വിസ് ബ്രാൻഡാണ് എച്ച് മൊസറൈസി. അപ്പോൾ ഇത് റോളക്സിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നടുക്കിരിക്കുന്ന വാച്ചിൻ്റെ വില എന്ന് പറയുന്നത് 63 ലക്ഷം രൂപയാണ്. ലെഫ്റ്റിലിരിക്കുന്ന വാച്ചിൻ്റെ വില എന്ന് പറയുന്നത് 45 ലക്ഷം രൂപയാണ്. ഇപ്പുറത്തിരിക്കുന്ന വാച്ചിൻ്റെ വില എന്ന് പറയുന്നത് 55 ലക്ഷം രൂപയാണ്. അതായത് 63 ലക്ഷം, 45 ലക്ഷം, 55 ലക്ഷം. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ ചില്ലിന് എന്തായിരിക്കും വില, എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്തുവാണ് ഇത് 63 ലക്ഷം രൂപയുടെ വാച്ച്? അത് ഞാൻ ആലോചിക്കുന്നത് ഈ 63 ലക്ഷം രൂപയുടെ വാച്ച് ലെതർ സ്ട്രാപ്പാണ്. ഒരു 2 കെട്ട് കഴിയുമ്പോഴത്തേക്കിന് ആ ലെതർ സ്ട്രാപ്പ് അങ്ങോട്ട് ചുരുങ്ങി ഒരു പരിവാവും. ഇതൊക്കെ ആരെങ്കിലും കെട്ടുമോ ഇത്രയും വിലയുള്ള വാച്ച്? ഞാൻ ആലോചിക്കുന്നത് ഇതും കൊണ്ട് പുറത്ത് നടന്നാലേ കൈ മുറിച്ചുകൊണ്ട് പോകുകയാണെങ്കിലും വിലയുള്ളവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഇവിടെ മൊത്തം വാച്ചിൻ്റെ കടകളാണ്. നോക്കി ഇവിടെ ഫുള്ള് ഇത് ഒമേഗ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തം വാച്ചിൻ്റെ കടകളെന്ന് പറഞ്ഞാൽ വാച്ചിൻ്റെ കടകൾ. ലക്ഷങ്ങൾ വില മതിക്കുന്ന വാച്ചുകളുടെ കളികളാണ് കഴിച്ച് ഇതെല്ലാം.
സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിക്കിലുള്ള ഒമേഗയുടെ ഷോറൂമാണ്. ആ ഒരു ഷോറൂമിൻ്റെ വലതുവശത്തായിട്ട് നമുക്കിവിടെ ഒരു ഓൾഡ് ടൗൺ ഏരിയ, ഓൾഡ് സിറ്റി ഏരിയ കാണാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ടൊരു ഓൾഡ് സിറ്റി, നമ്മളതിൽ ഓൾഡ് ടൗൺ നമ്മൾ ശരിക്കും കണ്ടില്ല. നമ്മൾ കണ്ടതെല്ലാം പുതിയ സ്ഥലങ്ങളായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പോയ ഗ്രാമങ്ങളാണെങ്കിൽ പോലും എല്ലാം പുതിയ പുതിയ കെട്ടിടങ്ങളായിരുന്നു. ആ ഒരു സ്വിസ് ആർക്കിടെക്ചറോ അല്ലെങ്കിൽ സ്വിസ് ശൈലികളോ ഒന്നും നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഇവരുടെ വില്ലേജുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പഴയ കല്ലുകൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെ കാണാൻ സാധിക്കും. ഞാൻ ഒത്തിരി യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പ്രോപ്പർ വില്ലേജുകളിൽ പോയി കാണണം. പക്ഷേ അതൊക്കെ ഏറ്റവും നല്ലത് സമ്മറിൽ പോകുന്നതാണ്. വിൻ്ററിൽ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഗ്രീനറിയുടെ ഒരു അഭാവം ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യും. ഇവിടെ നമുക്ക് എല്ലാ കെട്ടിടങ്ങളും ഇത്തരത്തിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്ന പോലെയുള്ള കെട്ടിടങ്ങളാണ് നമുക്ക് കാണുന്നത്. നമുക്ക് വിയറ്റ്നാമിൽ നമ്മൾ എവിടെയായിരുന്നു? ഹനോയ് അല്ലേ? ഹനോയിൽ നമ്മൾ ഇതുപോലത്തെ സിമിലർ കെട്ടിടങ്ങൾ കണ്ടായിരുന്നു. അത് ഏഷ്യൻ സ്റ്റൈല്. ഇത് സിമിലർ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് നമ്മൾ മാൾട്ടയിൽ കണ്ടായിരുന്നു, മാൾട്ടീസ് വിൻഡോ. ഇവിടെ ഒരു വലിയൊരു പള്ളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താ സംഭവം. ഒരു ക്ലോക്ക് ടവർ കാണാം, അവിടെ പോയി നോക്കട്ടെ എന്താന്ന്. ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞി ഫൗണ്ടൻ. ഈ ഫൗണ്ടനിൽ ഇവിടെ ഉണ്ടോ കാശൊക്കെ ഇടുന്ന ആൾക്കാർ? അത് ശരി, പൈസ ഇട്ട് വെച്ചിരിക്കുന്നതിനകത്ത്. ഇത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഈ സാധനം. ഇവിടെ ഉണ്ടല്ലോ ഇത്. എനിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിത് കണ്ടത് മാൾട്ടയിലാണ്. മാൾട്ട കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെയും അത് കാണുന്നു. എന്തായാലും നല്ല വൃത്തിയുള്ള സ്ട്രീറ്റാണ് എല്ലായിടത്തും. ഇതൊക്കെ ഡ്രിങ്കിങ് വാട്ടർ ആണോ? അത് ശരി, ഡ്രിങ്കിങ് വാട്ടർ ഫൗണ്ടനാ. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാം? ഓ അത് ശരി, ഓക്കെ. ഏതോ ഒരു ഭാഷയിൽ എന്തോ സംഭവം അവിടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു. 1965 ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഗല്ലികളാണെന്ന് പറയാം അല്ലേ? ഇവിടുത്തെ കുഞ്ഞി നാരോ സ്ട്രീറ്റുകൾ. ഇതൊക്കെ താഴെയൊക്കെ കടകളും മുകളിലൊക്കെ ചിലപ്പോൾ വീടുകളും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളും അപ്പാർട്ട്മെൻറ്റുകളും പിന്നെ എയർബിഎൻബികളും മറ്റുമൊക്കെ ആയിരിക്കണം. ചെറിയൊരു കുഞ്ഞി ഗല്ലി. ഇതുപോലെയുള്ള ഗല്ലികളാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നമ്മുടെ നഗരങ്ങളിലും ഉള്ളത്. അപ്പോൾ അത് എല്ലാ നഗരങ്ങളിലും ഉള്ളപോലെ തന്നെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗല്ലി. ഇത് വഴി തെറ്റുമല്ലോ, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എങ്ങോട്ടാണോ? എല്ലാ അവസാനം എടുത്തെടുത്താണ് പോകുന്നത് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ടോ, അതിനെ ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്യൂറിക് നഗരത്തിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ദേവാലയമാണ് ഈ കാണുന്നത്. റിനോവേഷൻ വർക്ക് നടക്കുന്നത് കാരണം അതിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലോക്ക് ടവറോട് കൂടിയ ഒരു കിഡിലൻ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് ഈ ഒരു പള്ളി എന്ന് പറയുന്നത്. ഒരു റോമൻ ഗോത്തിക് സ്റ്റൈലിലാണ് ശരിക്കും ഇതിൻ്റെ നിർമ്മാണം. അതിൻ്റെ മുകളിലെ ആ ഒരു ക്ലോക്ക് ടവർ, അതിൻ്റെ ടൈമിംഗ് ഒക്കെ പക്കയാണ്. ആ ഒരു ടൈമിംഗ് പക്കയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു ക്ലോക്ക് ടവറാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം പള്ളികൾ നമുക്കിവിടെ സ്യൂറിക് നഗരത്തിൽ നമുക്ക് വിലങ്ങും കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ദേവാലയത്തിൻ്റെ സൈഡിലുള്ള ആ ഒരു മതിൽക്കെട്ടിനിപ്പുറത്ത് മൊത്തം വീടുകൾ, പഴയ കെട്ടിടങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി വേറൊരു പള്ളി ഭാഗത്തേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. ഇതെന്താ സംഭവം? ഇതെന്തോ ബാറാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഫ്രോമൻസ്റ്റർ ചർച്ച് എന്ന് പറഞ്ഞ ഒരു മറ്റൊരു ചർച്ചിൻ്റെ താഴെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിമനോഹരമായിട്ടുള്ളൊരു ക്ലോക്ക് ടവർ നമുക്ക് അതിൻ്റെ മേളിൽ കാണാം. ഇതും സിമിലർ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിപൊളി ഒരു പള്ളിയാണ്. എന്തായാലും ഒരു കിഡിലൻ സംഭവമാണ്. അപ്പോൾ ഈ പള്ളികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്യൂറിക് നഗരത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതും. എന്തായാലും സംഭവം പൊളിയാണ്. ഇപ്പം ഇന്ന് ക്ലൗഡി ആയതുകൊണ്ട് എനിക്കിവിടെ പ്രോപ്പറായിട്ട് എനിക്ക് നല്ല വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് സ്റ്റോക്ക് വീഡിയോസ് ഇട്ട് കാണിച്ചു തരുന്നത്. സമയം 3 മണിയായി. 3 മണി ആയതിൻ്റെ ക്ലോക്കിൽ നിന്നുള്ള ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ വരുന്ന വഴിക്ക് കണ്ടില്ലേ മറ്റേ സ്യൂറിക് സീ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്യൂറിക് ലേക്ക് സ്യൂറിക്. ആ ലേക്ക് സ്യൂറിക്കിൻ്റെ എൻഡാണ് ആ ഭാഗം. അവിടെ നിന്ന് ആരംഭിക്കുന്ന ലിമ്മറ്റ് റിവറാണ് ഈ കാണുന്നത്. അതായത് ആ ഒരു ലേക്കിൽ നിന്നുള്ള വെള്ളമാണ് ഈ നദിയിലൂടെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ നദി എന്ന് പറയുന്നത് ഈ സ്യൂറിക് നഗരത്തിൻ്റെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ബേസിക്കലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലേക്കിനോടനുബന്ധിച്ചാണ് ഇവിടെ ഒരു നഗരമുണ്ടായതും അല്ലെങ്കിൽ ആ ഒരു ആളുകൾ വസിച്ചു തുടങ്ങിയതും. അതിനുശേഷം ഈ ഒരു നദി ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇതിന് മധ്യഭാഗത്തോടെ ഇങ്ങനെ പോകുന്നു. അതാണ് ബേസിക്കലി സ്യൂറിക്. ആ നദി കുറുകെ കടന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഗ്രോസ്മുൻസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ട്വിൻ ടവറിലുള്ള ഒരു റോമൻ കത്തീഡ്രൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗ്രോസ്മുൻസ്റ്റർ എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ എല്ലാ കത്തീഡ്രലിലും റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് അവിടെ എല്ലാം വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ആയിട്ടുള്ളൊരു ചെറിയൊരു പ്രശ്നം ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള കത്തീഡ്രൽ, ഇതിന് മേളിൽ ബെൽ ടവർ ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ടോ? ഇല്ലല്ലേ? അത് ചില ബാക്കിലുണ്ടെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ അതൊക്കെ ഇവിടെ കാണാം. അങ്ങനെ മൊത്തത്തിൽ ട്രാമുകളും മറ്റുമൊക്കെ പോകുന്ന വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു കിഡിലൻ ഒരു റോഡ്. ഈ ട്രാം കൊള്ളാമല്ലോ കാണാനായിട്ട്, പഴയ ട്രാം.
ഇവിടെയൊക്കെ സുവനീറിന് വില ഒടുക്കത്തെ വിലയാണ്. ഇവിടെ ഇച്ചിരി കുറവുണ്ട്. ഇന്നലെ ഞാൻ 10 വാങ്ങിച്ചത്. ലെക്സ്റ്റൻസ്റ്റൈനിൽ വാങ്ങിച്ച ഒരു സുവനീർ വാങ്ങിച്ച 10 CHF. ഇവിടെ 5 ഉള്ളൂ. ഇവിടെ കുറച്ച് കുറവുണ്ട്. ശരിക്കും ഈ ഒരു സിറ്റിയുടെ ഒരു പ്രോപ്പർ ചാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സണ്ണി ഡേയിൽ സമ്മറിൽ വരണം അല്ലേ സച്ചിനെ? അതാണ് അതിൻ്റെ ഒരു വൈബെന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ആകെ ഒരു മൂടി കെട്ടി നിൽക്കുന്നൊരു കാലാവസ്ഥയും അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ എന്തായാലും സുറിക്ക് നമ്മൾ ഓടിച്ചു വിട്ട് കണ്ടു. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ജനീവ ഭാഗത്തേക്കാണ് പോകുന്നത്. എവിടെ നിൽക്കണം തീരുമാനിച്ചിട്ടില്ല. ജനീവയിൽ നിൽക്കണോ അതോ അവിടെ നിന്ന് ഫർദർ ഫ്രാൻസിലേക്ക് പോകണോ എന്നൊക്കെയുള്ള തീരുമാനമായിട്ടില്ല. തീരുമാനിക്കട്ടെ. നിങ്ങളങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു 3 നിലയിലും 3 ഫ്ലോറിലായിട്ട് ഒരു കട. ആ കടയുടെ പേര് ഇറോട്ടിക് മെഗാ സ്റ്റോർ എന്നാണ്. അങ്ങനല്ലേ? അതായത് നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ, പിന്നെ സെക്സ് ടോയ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പല ആളുകൾക്ക് പല ഫെറ്റിഷ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ അങ്ങനെയുള്ള ഉപകരണങ്ങൾ, ലൈംഗിക ഉപകരണങ്ങൾ അങ്ങനെ വേണേൽ പറയാം അല്ലേ? അങ്ങനെയുള്ള സംഭവങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് ആ കാണുന്നത്. ഇതെന്ത് മരമെന്ന് അറിയാൻ കഥൻ്റെയാണ്. ഇത് എല്ലായിടത്തും കാണാം. ഇത് ഒറിജിനൽ മരമാണ്. പക്ഷേ വിൻ്റർ ആയപ്പോൾ ഇലയെല്ലാം പോയി നിൽക്കുകയാണ്. ഒരൊറ്റ ഇലയില്ലാതെ നിൽക്കുന്നത് കണ്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 8 മിനിറ്റിലൊരു ട്രെയിനുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു 1.5 മണിക്കൂർ ഞാൻ പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ തിരിച്ചു വന്നു. നമ്മുടെ ഇതെടുക്കാനായിട്ട് ഇതിവിടെ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് തുറക്കുന്നു, ഇത് നമ്മൾ എടുക്കുന്നു, പോകുന്നു അല്ലേ? സിമ്പിൾ. കമാൻ. ട്രെയിൻ പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുക. അയ്യോ, താഴെ പോയപ്പോൾ പ്ലാറ്റ്ഫോം ചേഞ്ച് ഉണ്ടെന്ന്. എന്നാൽ പിന്നെ പ്ലാറ്റ്ഫോം ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ഇപ്പോൾ മേളിൽ പോകണമെന്ന്. 2 മിനിറ്റ്. പക്ഷെ 1 മിനിറ്റ് മുമ്പ് ഡോർ അടക്കില്ലേ? പ്ലാറ്റ്ഫോം നമ്പർ 14 ജനീവ. എയർപോർട്ടിൽ പോകണതാ? ആ, അയ്യോ. അപ്പോൾ സച്ചിൻ ബൈ ബൈ. ഓക്കെ, കാണാം. ഓക്കെ, സീ യു. അയ്യോ, ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ? എന്താണല്ലോ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അപ്പോൾ ശരി, ഞാൻ കാരണം നീ കുറേ ഓടി. ഓക്കെ, അയ്യോ ഏതൊക്കെ ഫോട്ടോ എടുത്താ? ബൈ. ശരി, കാണാം. ബൈ. മതിയായി കേട്ടോ, നല്ല ഓട്ടോ ഓടിയേ. ഇത് കിട്ടത്തില്ലല്ലോ. ഇതാണ് ഇവരുടെ ഫസ്റ്റ് ക്ലാസ് കോച്ച്. 2/1 ആയിരിക്കും. ഞാൻ ആക്ച്വലി ഈ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് ഇപ്പോൾ ഒരു 1/4 മണിക്കൂറായി. ഇതിപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിൽ വന്ന് നിർത്തി, അവിടെ വന്ന് നിർത്തി. ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും വിട്ടു. ഇത് 3 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന് ജനീവയിലേക്ക്. ജനീവ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ധാരാളം നാഷണൽ ഓർഗനൈസേഷൻസ്, ഇപ്പോൾ WHO, UN ഇതിൻ്റെയൊക്കെ ആസ്ഥാനമാണ് ജനീവ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു 1/2 മണിക്കൂർ തിരക്കായിരുന്നു അത് ട്രെയിനിൽ. ഇപ്പോഴാണ് തിരക്കെന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു 1/2 മണിക്കൂറായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് ജനീവയിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചു. എനിക്ക് നാളെ UN ഓഫീസിൽ പോകണം. ഒരു യാത്രികൻ എന്നുള്ള രീതിയിൽ എന്തായാലും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓഫീസിൽ പോയി കാണണമല്ലോ. സോ അത് നമുക്ക് പോയി കാണണം. ഇത് കണ്ടില്ലേ, ഇവരെല്ലാം ഈ സൈക്കിളിൻ്റെ ആശന്മാരാണ്. മൊത്തം ട്രെയിനിലൊക്കെ സൈക്കിൾ കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. കണ്ടില്ലേ, പ്രോപ്പറായിട്ട് ആ സൈക്കിൾ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്യാരേജ് കണ്ടോ. ആ ക്യാരേജിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും അതിൽ സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പ്രാം, അതായത് കുട്ടികളുടെ സ്ട്രോളർ വെക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സംഭവങ്ങളും വെക്കാനും മറ്റുമുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന ഒരു കിടിലൻ ട്രെയിൻ. ഇതൊരു ഡബിൾ ഡെക്ക് ട്രെയിനാണ്. ഞാൻ താഴത്തെ നിലയിലാണുള്ളത്, മുകളിൽ വേറെയുണ്ട്. എന്തായാലും ഭയങ്കര ഫെസിലിറ്റീസ് ആണ് കേട്ടോ ഇവിടുത്തെ ട്രെയിനുകളിലൊക്കെ. നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിനെ പറ്റി കണ്ടിട്ടുള്ള ഗ്രീനറി ഉള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഗ്രീനറി ഉള്ള വില്ലേജ്, അതിനിടയ്ക്കൂടെ ട്രെയിൻ പോകുന്ന കാഴ്ചകൾ, അങ്ങനത്തെ സംഭവങ്ങൾ, അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ സ്യൂറിക്കിനും അതേപോലെ തന്നെ നമ്മുടെ ജനീവയ്ക്കും ഇടയ്ക്കുള്ള റൂട്ടിൽ വരണം. ഇവിടെയുള്ള കുറേ വില്ലേജുകൾ, അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളുടെ നടുവിലൂടെയാണ് എൻ്റെ ഫാസ്റ്റ് ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 300 km/h സ്പീഡിലാണ് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് അപ്പുറത്തും ഇപ്പുറത്തും മൊത്തം കാണുന്നത് ഇതുപോലെയുള്ള പച്ചപ്പുൽ പരവതാനികൾ പോലെയുള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെ എനിക്ക് വലിയൊരു ലേക്ക് കാണാം. പക്ഷേ സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് ഭയങ്കര വെളിച്ചമായതുകൊണ്ടൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ലേക്ക് ലെമൻ എന്നാണ് ഈ ലേക്കിൻ്റെ പേര്. ഇതിൻ്റെ അപ്പുറം ഫ്രാൻസാണ്. ഈ ലേക്ക് ഭയങ്കര വലിയ ലേക്കാണ്, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ എനിക്കിത് പ്രോപ്പറായിട്ട് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 350 കിലോമീറ്റർ 2 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്ത് നമ്മൾ ജനീവ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്.
ജനീവ. യെസ്. അപ്പോൾ ലോകത്ത് പല പ്രമുഖ ഓർഗനൈസേഷൻസിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ജനീവയിലാണ്. നമ്മുടെ WHO, അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ്, പിന്നെ നമ്മുടെ YMCA, അങ്ങനെ കുറേ ഉണ്ട്. കുറേ അതിൽ UN ഓഫീസിൽ പോകണം. ഓഫീസിൽ മുമ്പിൽ കുറേ ഫ്ലാഗൊക്കെ വെച്ചിട്ടൊരു സംഭവമുണ്ട്. അവിടെ പോയി എനിക്ക് ഫോട്ടോ എടുക്കണം. അതാണ് എൻ്റെ മെയിൻ എയിം. ഇന്ന് പറ്റില്ല, നാളെ പറ്റുള്ളൂ. സോ അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ വലിയ റേറ്റ് ഇല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ സ്യൂറിക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അത്രയും വലിയൊരു സ്റ്റേഷനല്ല, കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ സ്റ്റേഷനാണ്. എന്തായാലും വലുതാണ് സംഭവം. ജനീവ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ജനീവയിൽ കുറേ കൺവെൻഷൻസും കോൺഫറൻസുകളും അങ്ങനെ ഒത്തിരി പരിപാടികൾ നടക്കുന്നൊരു സ്ഥലമാണ് ജനീവ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു വേൾഡ് ക്ലാസ് സംഭവമാണ് ജനീവ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനൊക്കെ എന്ത് ക്ലാസ്സാണല്ലേ, അതും വേൾഡ് ക്ലാസ്സാണ്, മൊത്തത്തിൽ സെറ്റപ്പാണ്. എന്തായാലും ഐ എം ഗോയിങ് ഔട്ട് ഓഫ് റെയിൽവേ സ്റ്റേഷൻ. സാധാരണ ഇതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനും പരിസരമായിരിക്കും ഏറ്റവും കച്ചറ സ്ഥലം എന്ന് പറയുന്നത്. യൂറോപ്പല്ല, മൊത്തത്തിൽ അങ്ങനെ ആണല്ലോ ബേസിക്കലി. എന്തായാലും ഇവിടെ അങ്ങനെ അത്ര വലിയ വിഷയങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് നൈസ്. ഇവിടെ മുമ്പിൽ തന്നെ ധാരാളം ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഇവിടെ ആ വാർവിക്ക് എന്ന് പറഞ്ഞ ഹോട്ടലൊക്കെ ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ അത് ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു. തൊട്ട് മുമ്പിലായതുകൊണ്ടായിരിക്കാം. അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഉള്ള ഒരു ഹോട്ടലിലാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. ഐബിസ് ഹോട്ടൽ. ഇവിടെ മെഴ്സിഡസ് ബെൻസിൻ്റെ ടാക്സികളടക്കം വലിയ കമ്പനികളുടെ ടാക്സികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സോ ദിസ് ഈസ് ദ ജനീവ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ നമുക്കിവിടെ ട്രാമുകളും അതേപോലെ തന്നെ ബസ്സുകളും ഒക്കെ പോകുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം എനിക്ക്. കൊള്ളാം. ഇത് സാധാരണ ഒരു സിറ്റി അല്ലേ, അത്രയല്ലേ ഉള്ളൂ ആണോ? പക്ഷെ ഇവിടെ ഒത്തിരി മലയാളികളുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് കുറച്ച് വൈബുണ്ടല്ലോ. ഇവിടെ അത്യാവശ്യം തിരക്കും ബഹളമൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും റൂമിൽ പോയിട്ട് ബാഗ് വെച്ചിട്ടൊന്ന് ഫ്രഷായിട്ട് ഞാൻ വരാം. ഞാൻ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് യാത്ര ചെയ്ത്, കുറേ ദൂരം യാത്ര ചെയ്തേ. എന്തല്ലേ ട്രെയിനൊക്കെ ഫാസ്റ്റായിട്ടുള്ളതുകൊണ്ട് നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് എവിടെയൊക്കെ ട്രാവൽ ചെയ്യാം അല്ലേ. ഇവിടെ ഒരു ലെബനീസ് റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ബെയ്റൂട്ട് റെസ്റ്റോറൻറ്റ് നമ്മൾ അങ്ങനെ എന്തോ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, ലെബനീസ് റെസ്റ്റോറൻറ്റ്. ധാരാളം മൈഗ്രൻ്റ് വർക്കേഴ്സുള്ള ഒരു രാജ്യമാണേ. ഇവിടെ ഡൗൺ ടൗൺ ഏരിയ ആണ് ഈ കാണുന്ന ജനീവ സെൻട്രൽ ലാക്ക് ഐബിസ് ഹോട്ടലിലാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡൗൺ ടൗൺ ഏരിയ ആണ്. എന്ത് വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കി. ഇവിടെയുണ്ട് കബാബ്, പച്ച കബാബ്. ഞാനിവിടെ ഹോട്ടലിൽ വന്നേ. ഇവിടെ തിരക്കാട്ടോ. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ സ്റ്റാഫ് ഒരാളേ ഉള്ളൂ റിസപ്ഷനിൽ. ഞാനൊരു 10-15 മിനിറ്റായി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുക. എന്ത് ചെയ്യാനാ, ഒരു സ്റ്റാഫേ ഉള്ളൂ റിസപ്ഷനിൽ. മുമ്പിലൊരു 5-6 പേരുണ്ട്. പതുക്കെ നടക്കുള്ളൂ. നമുക്ക് ക്ഷമയുണ്ടാവണം. വഴക്കുണ്ടാക്കിയിട്ടോ ദേഷ്യം പിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഫൈനലി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം കാണുന്നത്. ജനീവ ട്രാൻസ്പോർട്ട് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് എനിക്ക് ഈ പേപ്പർ, ഈ QR കോഡ് കാണിച്ചാൽ എനിക്ക് ഈ ജനീവയിലെ എല്ലാ ബസ് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ടാണോ രണ്ടിടത്തും ഡോർ ഓപ്പൺ ചെയ്തല്ലോ. 330 അയ്യോ അടയല്ലേ 330 ഇവിടെ ഇറങ്ങാം. അതായത് നമുക്ക് ജനീവയിൽ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും നമുക്കിത് ഉപയോഗിച്ച് കയറാം. അതായത് ബസ്, ട്രാം, ഷട്ടിൽ, ബോട്ട്, ട്രെയിൻസ്. ബോട്ടും ഉണ്ട് കേട്ടോ. ബസ്, ട്രാം, ഷട്ടിൽ, ബോട്ട്, ട്രെയിൻസ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ എത്ര ദിവസമാണോ ഹോട്ടലിൽ ഇവിടെ താമസിക്കുന്നത് അത്രയും ദിവസം നമുക്കിത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വൗച്ചറാണ് ഇത് ഹോട്ടലിൽ നിന്ന് തന്നിരിക്കുന്നത്. ഇത് ഇവിടെ ഏത് ഹോട്ടലിൽ താമസിച്ചാലും നമുക്കിത് കിട്ടുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഭയങ്കര സംഭവമാണത്. നോ നീഡ് ടു പ്രിൻറ്റ് യുവർ കാർഡ്സ്, ലെറ്റ്സ് ബ്രീ ഗ്രീനർ, കീപ്പ് ഇറ്റ് ഓൺ യുവർ സ്മാർട്ട് ഫോണിൽ വെക്കാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് കാണിച്ചാൽ മതി ടിക്കറ്റ് ആരെങ്കിലും ഇൻസ്പെക്ഷന് വരികയാണെന്നുണ്ടെങ്കിൽ. എന്നാലും ചോദിക്കുക, നമ്മൾ എറണാകുളത്ത് വരുന്ന ആളുകൾക്ക്, എറണാകുളത്ത് ഹോട്ടലെടുത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം ഫ്രീ ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ സംഭവം. ബേസിക്കലി ഇതൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പരിപാടികളല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഫ്രഷായിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്തേ അടുത്തിവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകണല്ലേ. എന്നാലും ആ കടയുടെ പേര് കണ്ടില്ലേ, പച്ച കബാബ്. ഇവിടെ കയറി കഴിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ റെസ്റ്റോറൻറ്റുകൾ, ലെബനീസ് റെസ്റ്റോറൻറ്റ്, പിന്നെ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അങ്ങനെ എല്ലാ ടൈപ്പ് റെസ്റ്റോറൻറ്റുകളും ഇവിടെ ഉണ്ട്. ഇത് തായ് റെസ്റ്റോറൻറ്റ്, അടിപൊളി. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കണ്ടു. അവിടെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് കാണാം, പിന്നെ അതിനപ്പുറത്ത് ഒരു ഇറാനിയൻ റെസ്റ്റോറൻറ്റ് കാണാം, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു ഇന്ത്യൻ പ്ലാസ കാണാം. ഇത് കുറേ ഉണ്ടല്ലോ. ഇറാനിയൻ റെസ്റ്റോറൻറ്റ് നല്ല തിരക്കുണ്ട്. ഇവിടെ കറി ക്ലബ്ബിലും നല്ല തിരക്കുണ്ട്.
എല്ലായിടത്തും തിരക്കുണ്ടല്ലോ. അവിടെ സൂഷി റെസ്റ്റോറന്റ് ഉണ്ട്. എന്തുവിടെ ഇത്? എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഞാനിവിടെ അകത്ത് വന്നിട്ടേ ഒരു ബിയർ ഓർഡർ ചെയ്തേ. ആ ബിയറിന്റെ പേരെന്താ നിങ്ങൾ വായിക്കാവോ? അതായത് ഈ കൂൾ ബിയേഴ്സ് എന്നുള്ളതിൽ ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന പേരാണ് ഈ ബിയറിന്റെ പേര്. അതെന്താന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഹൈനക്കൻ, ഒന്ന് കിങ് ഫിഷർ. അതിന്റെ നടുക്കുള്ള അതിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല ഗൈസ് അത് വായിക്കാനായിട്ട്. ഫെൽഡോഷ്, ഇത് ജർമ്മൻ പേരുകളൊക്കെ ഭയങ്കര പാടാണ് നമുക്ക് വായിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബിയർ. കുഴപ്പമില്ല, മോശമില്ല, നല്ല. ഇതാണ് ജർമ്മൻ ബിയറിൻ്റെ പേര്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ്? ഫെൽഡ്ഷ്ലോഷ്കൻ. അടിപൊളി. ഇത് എങ്ങനെയാണ് ഇത് ഇങ്ങനെയൊക്കെ പേര് എഴുതി വയ്ക്കാൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കാൻ പാടുണ്ടോ? എന്ത് കഷ്ടമാണ് ഇത്. അപ്പോൾ എൻ്റെ 25 സ്വിസ് ഫ്രാങ്കിൻ്റെ ഭക്ഷണമാണ് ഈ വന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഏകദേശം 2500 രൂപയായി ഗൈസ്. 2500 രൂപ എൻ്റെ മീലാണേ. ചോറ്, റൊട്ടി, സലാഡ്, ചിക്കൻ കറി, പരിപ്പ് കറി എല്ലാം ഉണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ തിരിച്ച് റൂമിലെത്തി. എൻ്റെ പൊന്നു, ഫുഡ് എന്ന് പറയാനായിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ കഴിച്ച താലി, ദാറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ ഒരു ബിയറും വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞാൻ അതിന് ശേഷം ഒരു പക്കോട ഒരു പ്ലേറ്റ് വാങ്ങിച്ചു. കാരണം ആ താലിയുടെ കൂടെ കിട്ടിയ പക്കോട നല്ല ടേസ്റ്റ് ആയിരുന്നു. സോ ഞാനൊരു പ്ലേറ്റ് പക്കോടയും കൂടെ വാങ്ങിച്ചു. എല്ലാം കൂടെ 40 സ്വിസ് ഫ്രാങ്കായി, 4000 റുപ്പീസ്. ആലോചിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാണ്. ലൈക്ക് അത് ബിയറെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ടാണ്. ഇത് ഞാൻ സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 20+ ആണ് ഇവിടുത്തെ റേറ്റ്. മക്ഡൊണാൾഡ്സിൽ നിന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മീല് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 12 to 15 ആ റേഞ്ച് വരും. അതായത് ഏകദേശം 1200-1500 രൂപ. അതാണ് ഏറ്റവും ചീപ്പ്. അല്ലെ പിന്നെ വേറെ എന്തെങ്കിലും നൂഡിൽസോ കപ്പ് നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കണം. ലൈക്ക് ഒരു ബഡ്ജറ്റ് ട്രിപ്പിനോ അല്ലെങ്കിൽ ഒരു ബാക്ക് പാക്കിംഗ് ട്രിപ്പിനോ ഒന്നും പറ്റിയ സ്ഥലമല്ല സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് കൺട്രി. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് രാജ്യങ്ങളിൽ ഒന്നാണ്. എനിക്ക് തോന്നുന്നു ജപ്പാനെക്കാട്ടിലും ലണ്ടനെക്കാട്ടിലും എക്സ്പെൻസീവാണ്. ലണ്ടനിൽ പോലും യു വിൽ ഗെറ്റ് എ ബിരിയാണി ഫോർ 5-6 pounds അറ്റ്ലീസ്റ്റ് റെസ്റ്റോറൻറ്റിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടും. പക്ഷേ ദിസ് ഈസ് മച്ച് മോർ എക്സ്പെൻസീവ് ദാൻ എനി അതർ കൺട്രീസ് വിച്ച് ഐ ഹാവ് വിസിറ്റഡ്. ടാക്സി ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം എക്സ്പെൻസീവാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ദാറ്റ് ഈസ് ബിക്കോസ് കൺട്രീനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്, അത് അങ്ങനെയാണ്. വേണേ വന്ന് പോയാൽ മതി, അങ്ങനത്തെ ആൾക്കാർ വന്നാൽ മതി എന്നൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇറ്റ്സ് എ നൈസ് ബ്യൂട്ടിഫുൾ കൺട്രി. കുറേ കാഴ്ചകൾ കാണാനുണ്ട്, കുറേ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. സമ്മറാണ് ബെസ്റ്റ് ടൈം. വിൻ്റർ ഈസ് ഓക്കെ, എന്നാലും സ്വിറ്റ്സർലാൻഡ് സമ്മറാണ് ബെസ്റ്റ് ടൈം. യൂറോപ്പ് മൊത്തത്തിൽ സമ്മറാണ് ബെസ്റ്റ് ടൈം. ബട്ട് ലൈക്ക് വിൻ്ററിൽ വന്നാലും നിങ്ങൾക്ക് യു ക്യാൻ സീ ലോട്ട് ഓഫ് തിങ്സ്. എന്തായാലും സീ യു ഗൈസ് ടുമോറോ. സമയം രാവിലെ 8:30, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. എന്തുകൂടി ഇത് 8:30 നേരം വെളുക്കുന്നില്ലല്ലോ. റെഡിൻ്റെ രാജ്യത്ത് വന്നിട്ട് റെഡ് ഇടാതിരിക്കുന്ന മോശമല്ലേ? യെസ്, അപ്പം ഞാനിന്ന് റെഡ് ജാക്കറ്റ് എടുത്തിട്ടിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡ് അല്ലേ. നമുക്ക് രാവിലെ ട്രാമിൽ കയറി നമുക്ക് UN ഓഫീസ് കാണാൻ പോവാം. യെസ്, അങ്ങനെ ഞാൻ ഇപ്പോൾ മെട്രോയിൽ കയറിയിട്ട് ഞാൻ UN ഓഫീസിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. യെസ്, അതായത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. അതാണ് എനിക്കിവിടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. ബസ്സസൊക്കെ നോക്കി എന്ത് കിടിലം വണ്ടികളാണെന്ന് നോക്ക്. പുതിയ ഒന്ന് കണ്ടിട്ട് എല്ലാം നല്ല കുട്ടപ്പം വണ്ടി, നീറ്റ് ക്ലീന് എല്ലാ സംഭവങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബ്രോക്കൺ ചെയർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ആർട്ടാണ്. ഇത് ആക്ച്വലി ഒരു വുഡും കൊണ്ടുണ്ടാക്കിയ ഒരു ആർട്ടാണ്. ശരിക്കും ഏകദേശം 5.5 ടൺ വുഡാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 12 മീറ്റർ ഉയരമുണ്ട് ഇതിന്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വർക്കാണ്. ഡാനിയൽ ബേഴ്സറ്റ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇത് ശരിക്കും ഇവിടെ നിർമ്മിച്ചത്. ഇതിൻ്റെ പിന്നിലെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് മൈൻസ് ഉണ്ടല്ലോ, ഈ ലാൻഡ് മൈൻസിൻ്റെ വിക്ടിംസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ഇതെന്നാണ് പറയുന്നത്. ഈ ലാൻഡ് മൈൻസ് നിരോധിക്കണം അല്ലെങ്കിൽ ലാൻഡ് മൈൻസ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന ഓരോ വർക്കിനും ഓരോ തീം ഉണ്ടാവുമല്ലോ. അതാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപിലായിട്ട് നമുക്കിവിടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആ ഒരു ഓഫീസ് കാണാം. ഞാൻ UN ആ ഒരു ക്യാമ്പസിനുള്ളിലേക്ക് കയറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ ഒരു UN, ഇത് കംപ്ലീറ്റ് UNൻ്റെ സ്ഥലം കേട്ടോ. ഈ കംപ്ലീറ്റ് UNൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏരിയ ആണ്. ഇവിടെ ആരുടെ പ്രതിമയാണുള്ളത് നോക്കൂ, മഹാത്മാഗാന്ധിയുടെ പ്രതിമ. ആലോചിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് താഴെ
കുറേ പൂച്ചെണ്ടുകളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറേ ആൾക്കാർ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. റോസാപ്പൂക്കളും മറ്റുമൊക്കെ ആയിട്ട് ഫ്രഷ് പൂക്കൾ മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിവിടെ കാണുമ്പോഴത്തേക്കിനും അസാൻ ഇന്ത്യൻ നമ്മളെല്ലാവരും പ്രൗഡായിരിക്കും അല്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ, മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ ഇവിടെ ഇങ്ങ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ, അതും UN ആസ്ഥാനത്തിൽ ആണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അതെന്തായാലും ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ ദിവസം റെഡ് ക്രോസിനെ പറ്റി പറഞ്ഞില്ലേ, UK നിന്നാണ് റെഡ് ക്രോസ് ഉണ്ടായത്. പക്ഷേ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ സ്വിറ്റ്സർലാൻഡ്, ജനീവ. അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റെഡ് ക്രോസ് അല്ല, WHO അല്ല, അങ്ങനെ കുറേ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കിവിടെ ജനീവയിൽ കാണാൻ സാധിക്കും. ജനീവ എന്ന് പറയുന്നത് തന്നെ ശരിക്കും ലോകത്തിൻ്റെ പല ഓർഗനൈസേഷൻസിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന ഒരു നഗരമാണ് ജനീവ എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിവിടെ UN ആ ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ വന്നു. അകത്ത് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്നത് പോലെ വേണം വരാനായിട്ട്. നമുക്ക് അവിടെ വേറെ വീഡിയോ എടുക്കാനോ പറ്റൊന്നുമില്ല, കാരണം ഇതൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ ശരിക്കും ഈ ഒരു സംഭവം കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ആക്ച്വലി ഇവിടേക്ക് വന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്രോക്കൺ ചെയർ നമുക്ക് അവിടെ കാണാം. ആ ബ്രോക്കൺ ചെയറിൻ്റെ മുമ്പിലായിട്ട് നമുക്കിവിടെ UN റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള 195 രാജ്യങ്ങളാണ് നമുക്ക് അവരുടെ ഫ്ലാഗുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗും ഇവിടെ ഈ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വരാൻ പോകുന്ന അപ്കമിങ് രാജ്യങ്ങളുടെ ഫ്ലാഗ് കുത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളും ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഭാവിയിൽ ഈ 195 എന്നുള്ളത് വീണ്ടും കൂടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം നിലവിൽ ഈ കാണുന്ന 195 രാജ്യങ്ങളും പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ രാജ്യങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ നമ്മളെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആ ഒരു ആസ്ഥാനത്ത് വരണമല്ലോ. ഇത്രയും കണ്ടില്ലെങ്കിൽ പിന്നെ മോശമല്ലേ? ഒരു യാത്രികൻ എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിട്ട് ഇവിടെ വരിക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതിനുവേണ്ടിയാണ് സുജിത്ത് വക്കിന് ഇവിടേക്ക് വന്നത്. താങ്ക് യു സോ മച്ച് മുരളി തുമ്മാരുകുടി സാർ, ലിയോൺസ് സാർ, പിന്നെ എൻ്റെ കൂടെ വന്ന രശ്മി എന്ന ആളും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇതിനു വേണ്ടി സഹായിച്ചു ഇവിടെ കണക്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി. അപ്പോൾ ഫൈനലി ഞാനിവിടെ UN ഉള്ളിൽ എത്തിയിരിക്കുകയാണ്.